മുഖ്യമന്ത്രി ചർച്ച അനവസരത്തിൽ എന്ന് PMA സലാം. കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി പദമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞത് സാങ്കല്പിക ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് PMA സലാം. തങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തം, ഒറ്റ സെന്റൻസിൽ. ആ സെന്റൻസിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ നയിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം മുസ്ലിം ലീഗും UDF തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീരുമാനിച്ചു എന്നാണ് അർത്ഥം ആണോ? തെരഞ്ഞെടുപ്പിൽ നയിക്കും. അതിനെന്താ? തെരഞ്ഞെടുപ്പിന് പരിചയമുള്ള ആളുകൾ, അതിൽ പ്രാവീണ്യമുള്ള ആളുകളെ നയിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് മുസ്ലിം ലീഗും തീരുമാനിക്കും, UDF തീരുമാനിക്കും. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വരും നിങ്ങൾ ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, അതിന് സന്തോഷമുണ്ട്, അതിന് നന്ദിയുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലോ ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിലോ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏത് കാര്യം എപ്പം പറയണമെന്ന് നന്നായി അറിയുന്ന പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ലീഗ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ലീഗ് പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹം അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിന്നോ ഉപമുഖ്യമന്ത്രി നിങ്ങൾ ചോദിച്ചു അങ്ങനെ ആക്കിയാലോ? ഇപ്പം എന്നോട് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ പറഞ്ഞ സന്തോഷത്തോടെ അയച്ചെടുക്കും, വേണ്ടാന്ന് പറയും. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതിൻ്റെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ എന്നല്ലേ തങ്ങൾ പറഞ്ഞത്? അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ആ എത്തുമ്പോൾ, ആ ചോദ്യം വരുമ്പോൾ ലീഗ് തീരുമാനിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയല്ല. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് നമ്മൾ അനവസരത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ അതിൻ്റേതായ സമയത്ത് നടക്കും. മുസ്ലിം ലീഗിന് അക്കാര്യത്തിലൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അനവസരത്തിൽ ഒരു കാര്യം ലീഗ് പറയാറില്ല. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്താവന അല്ലല്ലോ, ഗൗരവതരമായ പ്രസ്താവനയല്ല. ഈ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ആളുകൾ ബേജാറാവും. ഞങ്ങൾ മുഖ്യമന്ത്രിയാവും എന്നോ മറ്റോ തങ്ങൾ പറഞ്ഞ പോലെയാണ്. ആ ചർച്ചയെ ഞങ്ങൾ എടുത്തിട്ടില്ല, ആ ചർച്ചയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേർന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിൽ പരാമർശിച്ചതിനോട് ഒരു എതിർപ്പോ മറ്റോ ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ PMA സലാമിന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായത്? മുത്തി, ഗുഡ് മോർണിംഗ്. PMA സലാമിന്റെ പ്രസ്താവന നൽകുന്ന സൂചന ഈ പാണക്കാട് സാദിഖലി തങ്ങൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും PK കുഞ്ഞാലിക്കുട്ടി റെഡിയാണ്, അവസരം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം റെഡിയാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ലീഗിൽ വലിയ പുലിവാലി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ആശയക്കുഴപ്പത്തുണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസ്സാണ് UDF സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷി. മുഖ്യമന്ത്രി പതിവായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. CH മുഹമ്മദ് കോയ കുറച്ചു കാലം മുൻപ് ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ. പക്ഷേ പിന്നീട് മുസ്ലിം ലീഗ് അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ക്ലെയിം ഉന്നയിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നത് തന്നെ രാഷ്ട്രീയമായി UDF തിരിച്ചടി ഉണ്ടാക്കും, കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കും. ഒരുപക്ഷെ അടുത്ത നിയമസഭയിലേക്കുള്ള പോരാട്ടത്തിൽ തന്നെ അതിൻ്റെ സാധ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ UDF മുസ്ലിം ലീഗിനകത്തും അത് രൂക്ഷമായ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകൾ ഉടലെടുത്തിരുന്നത്. ഇത്തരമൊരു ചർച്ച ഇപ്പോൾ തുടങ്ങി വെക്കേണ്ടതില്ലായിരുന്നു. ലീഗ് കേന്ദ്രങ്ങളിൽ തന്നെ ഇത്തരമൊരു ചർച്ചയുടെ വാതിൽ തുറന്നു വെച്ചത് അനവസരത്തിലായി എന്നുള്ളതാണ് PMA സലാം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രസ്താവനയുള്ള പ്രതികരണം അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചകളെല്ലാം അനവസരത്തിലുള്ളതാണ്. ഇങ്ങനെ അനവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചക്കിടുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ കൂടി അതൊരു വേറൊരു അർത്ഥത്തിൽ അത് സാദിഖലി തങ്ങൾ എന്തിന് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം കൂടി പറയാതെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അനവസരത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ, അത് ഗൗരവത്തിലെടുക്കേണ്ടതില്ല. സാദിഖലി തങ്ങൾ പറഞ്ഞത് ആ തരത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇത്തരം ചർച്ചകൾ ഇപ്പോൾ ലീഗിന്, പ്രാഥമികമായി മുസ്ലിം ലീഗിനും മറ്റൊന്ന് വിശാലാർത്ഥത്തിൽ UDF തന്നെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയും ആശയക്കുഴപ്പവും. ഒപ്പം തന്നെ UDF ഒരു സംവിധാനം, അതിൽ മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ്, കോൺഗ്രസിനേക്കാളും ചെറിയൊരു പാർട്ടിയാണ്, മുന്നണിയിൽ വലിയ അംഗബലമുണ്ടെങ്കിൽ കൂടി. അങ്ങനെ ഇരിക്കെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഒരു ക്ലെയിം ഉന്നയിക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് തന്നെ രാഷ്ട്രീയമായി വലിയ വായനകൾക്കിട നൽകുന്നതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ VD സതീശനും ഇന്നലെ K മുരളീധരനും ഒക്കെ ഇത് തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുകയും, K മുരളീധരൻ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറഞ്ഞത് വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഫർണിച്ചർ വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗിലെ സംസ്ഥാന പ്രസിഡന്റ് വാക്കുകൾ തമാശയായും പരിഹാസമായും ഒക്കെ
ഒക്കെ മാറുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ അത് UDF-ന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന സാഹചര്യമൊക്കെ ലീഗിനകത്തുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും പ്രതിഫലിക്കുന്നത് തന്നെയാണ് ഈ PMS നാമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. ശരി ഷഹീദ്, ഏതായാലും ആ രാഷ്ട്രീയം വെളിവാക്കുന്ന തരത്തിലാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. PMA സലാം ഇപ്പോൾ പറഞ്ഞത് വരികൾക്കിടയിൽ വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്.